ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക്. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നു എന്ന് പറയിപ്പിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇടത് സർക്കാരിന്റെ അശ്രദ്ധയുടെ ഫലമാണ് അനന്തുവിന്റെ മരണമെന്നും നിലമ്പൂരിലെ വോട്ടർമാർ ഇടതു വലതു മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ഈ കോൺട്രഡിക്ഷനിൽ ജീവിക്കുന്നത്? ഒരു പുറത്തുപോയി ഇന്ത്യ പുറത്തു പോയിട്ട് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുന്നത് നരേന്ദ്രമോദി. പിന്നെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം അവരുടെ പൊളിറ്റിക്കൽ ഒരു അലയൻസ്? ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ മിന്നാന്ന് പറഞ്ഞ ഒരു വാർത്ത ഞാൻ കേട്ടു. എല്ലാവരും മാറി. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചാലഞ്ച് ചെയ്യുന്നു, ജമാഅത്തെ ഇസ്ലാമി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കട്ടെ. ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുന്നു, ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യും, ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ലംഘിക്കില്ല എന്ന് പറയട്ടെ. കോൺഗ്രസിന് അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ, പറയിപ്പിക്കട്ടെ. പിന്നെ LDFിനെ പറ്റി ഞാൻ എന്ത് പറയണം? അവരെ കുറിച്ച് എന്ത് പറയണം? 9 കൊല്ലം ഇവിടെ ഭരിച്ചു, എല്ലാം പറഞ്ഞു ഇവിടെ എല്ലാം നന്നാവും, തുടരും. എന്ത് തുടരും? പീഡനം തുടരുന്നതാണ് പറഞ്ഞത്. വികസന വിരുദ്ധ പദ്ധതികൾ തുടരുന്ന പറഞ്ഞത്. ഈ 15 കൊല്ലായ അനന്തു മലയോര മേഖലയിലെ ഒരു കുട്ടി മരിക്കുമ്പോൾ ജോർജ് കുര്യൻ സാർ ഇവിടെ വന്ന് പറഞ്ഞു, ഒരു രക്തസാക്ഷിയായിട്ട് കാണണം, ഒരു മാർട്ടറാണ്. എന്തിന്റെ? ഈ LDF സർക്കാരിന്റെ നെഗ്ലിജൻസ്. അവർക്ക് ചെയ്യാൻ കൊടുത്ത പവർ അവർ ഉപയോഗിക്കാതെ ആ കുട്ടിന്റെ മരണം ആ LDF സർക്കാരിന്റെ നെഗ്ലിജൻസിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, അവസാനം നിലമ്പൂർ ജനങ്ങൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ട് കാണണം. ഈ LDFും UDFും ചെയ്യുന്ന പ്രീണ രാഷ്ട്രീയം ഒരു അക്കാഡമിക് ഇഷ്യൂ എന്നല്ല, ഒരു ഇന്റലക്ച്വൽ ഇഷ്യൂ അല്ല. ഇത് ഒരു അപകടകരമായ ഒരു മാറ്റമാണ് ഇവർ കൊണ്ടുവരുന്നത് നാട്ടിൽ. ഇത് നിലമ്പൂരിൽ മാത്രമല്ല ഇതിന്റെ എഫക്റ്റ്, ഇത് മൊത്തം കേരളയില് ഇത് ഒരു നല്ല കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.